രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുലച്ച ലൈംഗിക പീഡന കേസുകളിൽ ഒന്നാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ കേസ്. ഒന്നിലധികം പരാതിക്കാരുള്ള ഈ കേസിൽ ഗർഭചിത്രം ഉൾപ്പെടെയുള്ള അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നിരിക്കുന്നത്. എന്നാൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഹാഷ്മി താജ് ഇബ്രാഹിം രാഹുലുമായി നടത്തിയ അഭിമുഖം കേവലം ഒരു ചോദ്യം ചെയ്യലല്ലെന്നും മറിച്ച് പ്രതിക്ക് തന്റെ ഭാഗം ന്യായീകരിക്കാൻ ഒരുക്കിയ PR വർക്കാണെന്നുമാണ് ലക്ഷ്മി പത്മ ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നത്. ഒരു കേസിൽ ആരോപണ വിധേയനായ വ്യക്തിയെ അഭിമുഖം ചെയ്യുമ്പോൾ ആ കേസിനെ കുറിച്ച് കൃത്യമായ ധാരണ മാധ്യമ പ്രവർത്തകൻ ഉണ്ടാകേണ്ടതുണ്ട്. എന്നാൽ ഹാഷ്മി രാഹുലിനോട് ചോദിക്കാൻ മറന്നുപോയതോ അല്ലെങ്കിൽ ബോധപൂർവം ഒഴിവാക്കിയതോ ആയ ചില വസ്തുതാപരമായ ചോദ്യങ്ങൾ ലക്ഷ്മി പത്മ തന്റെ പോസ്റ്റിലൂടെ എണ്ണിപ്പറയുന്നുണ്ട്. പരാതിക്കാരിൽ നിന്നും യാതൊരുവിധ സാമ്പത്തിക സഹായവും താൻ കൈപ്പറ്റിയിട്ടില്ലെന്നാണ് രാഹുലിന്റെ വാദം. എന്നാൽ മൂന്നാമത്തെ പരാതിക്കാരി രാഹുലിന്റെ പേരിലേക്ക് നടത്തിയ ബാങ്ക് ട്രാൻസ്ഫറുകൾ, ഓൺലൈൻ പർച്ചേസുകൾ, കൊറിയർ രേഖകൾ എന്നിവ കോടതിയുടെ മുന്നിലുണ്ട്. ഈ തെളിവുകളെ കുറിച്ചോ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചോ ഒരു വാക്കുപോലും ചോദിക്കാതെ രാഹുലിനെ വെള്ളപൂശാനാണ് ഹാഷ്മി ശ്രമിച്ചതെന്ന വിമർശനം ഇതിലൂടെ ശക്തമാകുന്നുണ്ട്. അഭിമുഖത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിച്ച പല വാദങ്ങളും വസ്തുതകളുമായി പൊരുത്തപ്പെടാത്തതാണെന്നും ലക്ഷ്മി പത്മ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിജീവിതകൾക്കെതിരെ മോശം വാദങ്ങൾ ഉയർത്താൻ മടിക്കാത്ത രാഹുൽ എന്തുകൊണ്ടാണ് തനിക്കെതിരെ ഉയർന്നു വന്ന ഗർഭചിത്രം പോലുള്ള വലിയ ആരോപണങ്ങളെ കുറിച്ച് ഒരക്ഷരം മിണ്ടാത്തത്? ഈ വിഷയത്തെ ചോദ്യം ചെയ്യുന്നതിൽ അഭിമുഖം നടത്തിയ വ്യക്തി എന്തുകൊണ്ട് പരാജയപ്പെട്ടു? തനിക്ക് മറുപടിയില്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ വിഷയം കോടതിയുടെ പരിഗണനയിലാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മറിഞ്ഞ രാഹുൽ അതേസമയം തന്നെ കോടതിയിലുള്ള തെളിവുകളെയും ചാറ്റുകളെയും കുറിച്ച് തെറ്റായ വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നത് വൈരുദ്ധ്യമാണ്. പാലക്കാട് സ്വദേശിനി അല്ലാത്ത ഒരു യുവതിയെ എന്തിനാണ് രാഹുൽ തന്റെ ഫ്ളാറ്റ് ഇടപാടുകൾക്ക് ചുമതലപ്പെടുത്തിയത്? ബിൽടെക് ഗ്രൂപ്പുമായി സംസാരിക്കാൻ അവരെ ഏൽപ്പിച്ചത് എന്തിനായിരുന്നു എന്ന ചോദ്യം ഈ കേസിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. തന്റെ ഫ്ളാറ്റിലേക്ക് വരുന്നത് സുരക്ഷിതമാണെന്ന് കരുതിയാണ് പരാതിക്കാരി അവിടേക്ക് വരാമെന്ന് സമ്മതിച്ചതെന്നാണ് രാഹുലിന്റെ വാദം. എന്നാൽ ലക്ഷ്മി പുറത്തുവിട്ട കോടതിയുടെ പരിഗണനയിലുള്ള ചാറ്റ് സ്ക്രീൻഷോട്ടുകൾ മറ്റൊരു കഥയാണ് പറയുന്നത്. രാഹുലിന്റെ സുഹൃത്തായ ഫെനിയെയും തന്റെ മറ്റൊരു സുഹൃത്തിനെയും കൂടെ കൂട്ടിയാലേ ഫ്ളാറ്റിലേക്ക് വരികയുള്ളൂ എന്ന് പരാതിക്കാരി വ്യക്തമായി പറയുന്നുണ്ട്. ഇത് രാഹുൽ പറയുന്ന സേഫ് എന്ന വാദത്തെ പാടെ പൊളിച്ചെടുക്കുന്നുണ്ട്. ഇത്രയും വലിയൊരു വസ്തുതയെ മറികടന്നുകൊണ്ടാണ് ഹാഷ്മി തന്റെ അഭിമുഖം നയിച്ചതെന്നത് ഞെട്ടിക്കുന്നതാണ്. അഭിമുഖത്തിലുടനീളം ഉയർന്നു വന്ന മറ്റൊരു പ്രധാന വിഷയം രാഹുലിന്റെ രാഷ്ട്രീയവും ധാർമ്മികതയുമാണ്. ഒരേ സമയം 3 പേരുമായും ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നുവെന്ന് രാഹുൽ പറയുമ്പോൾ ഒരു യുവ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം പുലർത്തേണ്ട ധാർമ്മികത എന്താണ്? രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ ഉത്തരവാദിത്തമുള്ള ഒരാൾ ഇത്തരം ബന്ധങ്ങളിൽ ഏർപ്പെടുമ്പോൾ അതിനെ സാധൂകരിക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കും. അതിജീവിതകൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളെക്കുറിച്ചും അവർ നേരിടുന്ന സൈബർ ആക്രമണങ്ങളെക്കുറിച്ചും ലക്ഷ്മി പത്മ എടുത്തു പറയുന്നുണ്ട്. അതിജീവിതകൾക്ക് നീതി ലഭിക്കുന്നതിന് പകരം വേട്ടക്കാരന് പ്ലാറ്റ്ഫോം നൽകുന്നത് അവരെ കൂടുതൽ തളർത്താനേ ഉപകരിക്കൂ. ഒരു മാധ്യമ പ്രവർത്തകൻ ശ്വാസം എടുക്കാതെ നടത്തുന്ന ധാർമ്മിക പ്രസംഗങ്ങൾ കൊണ്ട് കാര്യമില്ലെന്നും പ്രവൃത്തിയിൽ ആത്മാർത്ഥത കാണിക്കണമെന്നുമാണ് ലക്ഷ്മി ആവശ്യപ്പെടുന്നത്. മാധ്യമ പ്രവർത്തനം എന്നത് കേവലം ചോദ്യങ്ങൾ ചോദിക്കലല്ല, മറിച്ച് അധികാരികളോടും കുറ്റാരോപിതരോടും അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയുക കൂടിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ വെള്ളപൂശാൻ ശ്രമിക്കുന്ന അഭിമുഖങ്ങൾ നീതിപീഠത്തെയും പൊതുജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാൻ മാത്രമേ സഹായിക്കൂ. അതിജീവിതകളുടെ കണ്ണുനീരും അവർ ഹാജരാക്കിയ തെളിവുകളും വിസ്മരിച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരം പ്രഹസനങ്ങളെയാണ് ലക്ഷ്മി പത്മ ശക്തമായ ഭാഷയിൽ എതിർത്തത്. മാധ്യമങ്ങൾ ഇത്തരം വേട്ടക്കാർക്ക് ഇടം നൽകുമ്പോൾ മറുഭാഗത്ത് നിശബ്ദമാക്കപ്പെടുന്ന നീതിയുടെ ശബ്ദം കേൾക്കാൻ ലക്ഷ്മിയെ പോലുള്ളവർ ഉയർത്തുന്ന വിമർശനങ്ങൾ അത്യന്താപേക്ഷിതമാണ്. കുറ്റാരോപിതർക്ക് സിംഹാസനമൊരുക്കുന്ന മാധ്യമ രീതികൾ മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു.